ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പുതിയ വർഷത്തിന് ശേഷം ഇതുവരെയുള്ള ഈ ഒരു 1.5 മാസക്കാലം നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്നും ഇന്ന് വരെ നമ്മൾ കേട്ട വ്യത്യസ്തങ്ങളായ ചില രംഗങ്ങളും ചില അനുഭവങ്ങളും ചില സംഭവങ്ങളും മനുഷ്യൻ എന്നുള്ള നിലയിൽ, വിശ്വാസി എന്നുള്ള നിലയിൽ ഏറെ അമ്പരപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ഒരു 45 ദിവസത്തിനുള്ളിൽ മക്കളുടെ കൈകളാൽ അതിനിഷ്ഠൂരമായി കൊല്ല ചെയ്യപ്പെടുത്ത മാതാപിതാക്കളുടെ എണ്ണം 2-3 മുകളിലാണ്. ആവശ്യം കഴിഞ്ഞ് പ്രേമിച്ച് ഒന്നിച്ചു കൊണ്ടുപോയി ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ് മൃതദേഹം കിട്ടിയ പെൺകുട്ടികളുടെ എണ്ണവും ഈ 45 ദിവസത്തിനിടയിൽ 1-ലധികമാണ്. സ്വന്തം സഹപാഠി സുഹൃത്തുക്കളെ അതിമൃഗീയമായി കലാലയത്തിൽ നിന്ന് ഉപദ്രവിക്കുക വഴി ആത്മഹത്യയുടെ വക്കിലോളം എത്തി നിന്ന കുട്ടികളുടെ സംഭവവും ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിലുള്ളിൽ തന്നെയാണ് നമ്മൾ കേട്ടത്. കുടുംബമുണ്ടായിരിക്കെ സ്വന്തം കുടുംബത്തെ മറന്ന് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ പുരുഷനെയും സ്ത്രീയെയും കുറിച്ച് നമ്മൾ നേർക്കുനേരെ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ സത്യത്തിലൊരു ഭയത്തിലാണ് ജീവിക്കുന്നത്. ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യന് മനസ്സിൽ സങ്കടവും ബേജാറും ഉണ്ടാവും. കാരണം നമ്മളൊരു പച്ച മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. ചിലർ പ്രേമിച്ച് ആത്മഹത്യ ചെയ്ത് അതിന്റെ ഭാഗമായി രണ്ടാമത്തെയാൾ നരമ്പ് മുറിച്ച ആശുപത്രിയിലും പിന്നീട് നമ്മുടെ നാടുകളിൽ വന്ന് അവനും ആത്മഹത്യ ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം നേർക്കുനേരെ അനർത്ഥമാകുന്നു എന്ന് നമ്മൾക്ക് തോന്നുന്ന ചില രംഗങ്ങളുണ്ട്. പ്രവാചകന്റെ വാക്ക് മിൻ അശ്റാത്തി സ്വാഅ, സഹാബാക്കൾക്ക് അന്ത്യനാളിന്റെ അടയാളങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാണ് അയ്യുർഫഅൽ ഇൽം, അറിവുള്ളത്, നന്മകൾ, പുണ്യങ്ങളെല്ലാം
ഭൂമിയിൽ നിന്ന് ഉയർന്നുയർന്നു പോകും. അറിവും നന്മകളുമെല്ലാം ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകും. വയക്സുറു അൽ ജഹിൽ, അന്ധകാരം, വിവരമില്ലായ്മ, വിഡ്ഢിത്തങ്ങൾ, ഹറാമുകൾ, പടച്ചോൻ ഇഷ്ടല്ലാത്ത കാര്യങ്ങൾ, ആളുകൾ തെറ്റായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാട്ടിൽ വ്യാപകമാവും. സാധാരണയാകുന്നല്ല, വ്യാപകമാകും. എന്നിട്ട് പ്രവാചകന് ഉദാഹരണം പറയാണ്. യുശ്റബുൽ ഖംർ, ചെറിയ കുട്ടികൾ പോലും കുടിക്കുന്ന അവസ്ഥയിലേക്ക് വരും, ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയ്ക്ക് വരും. വയക്സുറു സിന, അങ്ങാടികളിലും പരിസരങ്ങളിലും നേർക്കുനേരെ മുതിർന്നവരെയോ അധ്യാപകരെയോ പണ്ഡിതന്മാരെയോ ആലിമുകളെപ്പോലും പരിഗണിക്കാതെ സ്ത്രീയും പുരുഷനും തോന്നിവാസം കാണിക്കുന്ന മക്കൾ വരെ ഉണ്ടാകും. വയക്സുറുൽ ഹർജ്, അതിന്റെ ഭാഗമായി പേരുപോലും അറിയാത്ത രൂപത്തിൽ കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിക്കും. പ്രവാചകൻ പറയുന്നത് വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് വിശ്വാസികൾക്ക് ബോധ്യമുണ്ടാകണം. ശരിക്കും ഞാൻ നേർക്കുനേരെ പറയാണ്, ഒരു 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലുകളിൽ വന്ന, നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഒരു സാധാരണ ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളെ അന്ധാളിപ്പിക്കുന്നതാണ്. നമ്മൾക്ക് കൊലപാതകങ്ങൾ പ്രശ്നമില്ലാതെയായി, തെറ്റുകൾ ഗൗരവമില്ലാതെയായി, വാർത്തകൾ നമ്മൾക്ക് വാർത്തയില്ലാതായി, നമ്മൾക്ക് പോലും മാറ്റപ്പെടുകയാണ്. ഇവിടെയാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ അങ്ങാടിയിലും നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കൾക്കും ഇടയിൽ വരാനുള്ള കാരണമെന്ത്, വരാതിരിക്കാനുള്ള പ്രിക്വേഷൻസ് എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇതാണ് നമ്മളെ മനസ്സിൽ ഉണ്ടാകേണ്ടി. നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്ത് പോലും ഇതിന്റെ അനുഭവങ്ങളും ഇതിന്റെ അലയൊലികളും ഉണ്ടാകാനുള്ള കാരണം എന്താണ്? വാതിൽക്ക് അവരെ എത്തിക്കണ്, മുട്ടിയോണ്ട് നിൽക്കുന്നുണ്ട്, തുറന്നു കഴിഞ്ഞാൽ വീട്ടിന്റെ അകത്ത് കയറുകയാണ്. ഈ പറഞ്ഞതൊക്കെ എന്തിങ്ങളും വീടാ ഞാൻ പറഞ്ഞത്. അതുണ്ടാകാനുള്ള കാരണം എന്താണ്? അതില്ലാതിരിക്കാൻ നമ്മൾക്ക് എന്തു ചെയ്യാൻ കഴിയുന്നു മാത്രം പറയണത്. 3 കാരണങ്ങൾ കൊണ്ടാണ് വിശ്വാസി അതിനെ വിലയിരുത്തുക. ഒന്ന്, ഞാൻ പറഞ്ഞത് മുസ്ലിമീങ്ങളായ ആളുകൾ ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിലും മുസ്ലിമീങ്ങൾക്കിടയിലും ഇത്തരം തോന്നിവാസങ്ങൾ സംഭവിക്കാനുള്ള കാരണം പ്രധാനമായും 3 എണ്ണാണ്. ഒന്നാമത്തേത്, ദീനിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ദുരന്തങ്ങളാണ്. 1. രണ്ടാമത്തേത്, തന്നിഷ്ടപ്രകാരം ഒരാൾ ജീവിക്കാൻ തുടങ്ങി, താൻ തോന്നിയായി ജീവിക്കാൻ തുടങ്ങിയാൽ അയാളുടെ ജീവിതത്തിലും ഇതേ അനുഭവങ്ങൾ വരാൻ തുടങ്ങും. 3. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞുകൊടുത്താൽ അതിനെ കളിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ പടച്ചോൻ ആ നാട്ടിൽ ഇതേ അനുഭവങ്ങളും ഉണ്ടാക്കും. ഒന്നാമത്തേത് ദീനിന്ന് തെറ്റിപ്പോകലാണ്. നമ്മൾ നമ്മളെക്കുറിച്ചിട്ടാണ് ആലോചിക്കേണ്ടത്. ഞാൻ എന്നെക്കുറിച്ചും നമ്മളെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ അങ്ങാടിനെ പറ്റി മാത്രം ആലോചിക്കുക. അയലോക്കക്കാരനെ ആലോചിക്കണ്ട, ജേട്ടൻ ആലോചിക്കണ്ട, പെങ്ങൾ ആലോചിക്കണ്ട, കുടുംബക്കാരനോ കൂട്ടുകാരനോ ഒരാളെ ആലോചിക്കണ്ട. ഞാൻ ഖത്തീബായി ഞാൻ എന്റെ മക്കളെ, എന്റെ പെണ്ണുങ്ങൾ, എന്റെ വാപ്പാൻ ഇമ്പാനെ ആലോചിച്ചാൽ മതി. ദീനിന്ന് പോയാൽ എന്റെ കുടുംബത്തിലേക്ക് ഇത് കയറി വരും. ഇത് ഖുർആൻ പറഞ്ഞ വാക്കാൻ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക. പടച്ചോന്റെ ദിക്റിനെ ഒരാൾ ഉപേക്ഷിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഫഇന്ന ലഹു മഈശത്തൻ ദൻക, അവന്റെ ജീവിതം അല്ലാഹ് കുടുസാക്കും. ടെൻഷൻ ഉണ്ടാകും. അവൻ വിചാരിക്കാത്തത് കുടുംബത്ത് സംഭവിക്കും. മക്കളിലൂടെ പരീക്ഷണം ഉണ്ടാകും. കുടുംബത്തിൽ നമ്മൾ ഇന്നുവരെ കാണാത്ത തിക്താനുഭവങ്ങൾ ഉണ്ടാകും. പടച്ചോനെ, ഇതൊക്കെ എന്റെ നാട്ടിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ അങ്ങാടിയിലുമാണോ എന്ന് നമ്മൾ സംശയിക്കുമാറ് വെപ്രാളപ്പെടുന്ന അനുഭവങ്ങൾ ദീനിന്ന് നമ്മൾ ബോധപൂർവം തെറ്റിപ്പോയാൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മളിലും അള്ളാഹു കൊണ്ടുവരും. രണ്ടാമത്തേത്, താൻ തോന്നിയായി ജീവിച്ചാൽ, ഇന്റെ ജീവിതമല്ലേ, നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? മാഷന്മാർക്ക് എന്തിനാ അതിൽ ഇടപെടേണ്ട സ്വാതന്ത്ര്യം എന്താ? ബാപ്പിമ്മിയും ഞങ്ങൾ പ്രായപൂർത്തിയായാലും ഞങ്ങൾ എന്തിനാ വർത്താനം പറയണത്? അങ്ങാടിക്കാർ നിങ്ങളാരാ? സദാചാര പോലീസോ? എന്റെ ഇഷ്ടം, എന്റെ ജീവിതം, എന്റെ താല്പര്യം, അതിൽ പടച്ചോനുള്ള ദീനില്ല,
ആയത്തുല്ല ഹദീസുല്ല എന്ന് തീരുമാനിച്ചാൽ, പ്രവാചകന്റെ വാക്ക് സലാസുൻ മുഹ്ലിക്കാത്ത്, 3 കാര്യങ്ങൾ ഒരാളെ നശിപ്പിക്കും. അയാളുടെ ജീവിതം അയാളുടെ കയ്യിൽ നിന്ന് പോകും. അയാൾ ഒരു വേള തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ പോലും കഴിയാത്ത വിധം അയാളുടെ ജീവിതം അയാളെ നശിപ്പിച്ചിട്ടുണ്ടാകും. അതിലൊന്ന് പറഞ്ഞത് ഹവൻ മുത്തബഅൻ, താൻ തോന്നിയായി ഒരാൾ ജീവിക്കാൻ തുടങ്ങിയാൽ, എന്താണ് എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ എന്നൊരാൾ തീരുമാനിച്ചാൽ, ദീനിന്ന് വിട്ടാൽ അയാളുടെ ജീവിതം അയാളെ നശീകരണത്തിലേക്ക് എത്തിക്കും. 3-മത്തേത്, ഒരാൾ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ, അതാ ചെയ്യരുതട്ടോ, അങ്ങനെ പോകരുതട്ടോ, അത്തരം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകരുതട്ടോ, മോനെ മോളെ മുതിർന്നവരെ വിളിച്ചുകൊണ്ട് നോക്കൂ, നിങ്ങൾ നല്ലൊരു കുടുംബത്തിലാളല്ലേ, പടച്ചോ നിരോധിച്ചത് ചെയ്യരുതിട്ടോ എന്ന് പറയുമ്പം എന്ത് ദീനങ്ങായി. 6-ാം നൂറ്റാണ്ട് നിങ്ങൾക്ക് വണ്ടിട്ടിയില്ലേ, നിങ്ങളിപ്പോഴും പഴയ ആൾക്കാരാണ്, ഞങ്ങളുടെ പുതിയ കാലത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഉപദേശിച്ച് നടക്കുക എന്നല്ലാതെ എന്ന് പറയാൻ തുടങ്ങിയാൽ ഖുർആന്റെ വാക്കെന്താ അറിയോ? വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹുവാ. അള്ളാന്റെ ദീനിനെ കളിൻ തമാശയാക്കി അതിലൊന്നും വലിയ കാര്യമല്ല, അതൊക്കെ പണ്ടേനി, ഇപ്പൊ അങ്ങനെ നോക്കിയാൽ നടക്കൂല എന്ന് പറയുന്ന ആൾക്കാര് വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ഇങ്ങോട്ട് ദുനിയാവിലുള്ള ജീവിതത്തെ ആസ്വദിച്ച് ഇതാണ് ആനന്ദം എന്ന് വിചാരിച്ച് താൽക്കാലികമായി ലഹരിയിലും ഹറാമുകളിലും തോന്നിവാസങ്ങളിലും എല്ലാ വൃത്തികേടുകളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അൻ തുബ്സല നഫ്സുൻ ബിമാ കസബത്, അവർ അവരുടെ ജീവിതത്തെ സ്വന്തം നശീകരണത്തിലേക്ക് കൊണ്ടെത്തിച്ചവരാണ്. അള്ള കൊടുത്ത നല്ലൊരു ജീവിതത്തല്ലേ നശിപ്പിച്ച് ജീവിതത്തിൽ എല്ലാ നിലക്കും ഈ ലോകവും പരലോകവും നശിപ്പിച്ച ആളുകളാണവർ. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾക്ക് നമ്മളെപ്പറ്റി ബോധ്യം ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ ഈ തോന്നിയാസം ഉണ്ടാകരുത്. നമ്മുടെ മക്കളുടെ കൈകൾ കൊണ്ട് നമ്മൾ കൊല്ലപ്പെടരുത്. നമ്മുടെ കുടുംബത്തിൽ അവിഹിതങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ നാടുകളിലും നമ്മുടെ അങ്ങാടികളിലും ഹറാമായ സകലമാന ലഹരികളിൽ നിന്നും നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബക്കാരോ ഉണ്ടാകരുത്. അത് വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളും അത് കുടിക്കുന്ന സ്ഥലങ്ങളുമായി നമ്മുടെ ഇവിടെയുള്ള ലോഡ്ജുകളും അങ്ങാടികളും മാറരുത്. അതിനെന്ത് വേണം? ഖുർആന്റെ വാക്ക് വദക്കിർ ബിഹി, അള്ളാന്റെ ദീൻ അവരോട് പറഞ്ഞു കൊടുക്കണം, ശരിക്ക് പറഞ്ഞു കൊടുക്കണം. ദീനിന്ന് പോയാലാണെന്ന് സംഭവിക്കുക. നോക്കൂ നിങ്ങൾ, ഇന്ന് ഫെബ്രുവരി 14 നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കലാലയത്തിലെ ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അങ്ങാടി കൂടെ നോക്കിക്കോളിൻ, നിങ്ങൾ കലാലയത്തിൽ നോക്കിക്കോളിൻ, ഓൺലൈനിൽ നോക്കിക്കോളിൻ, സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോളിൻ. മാറ്റിയൊരുങ്ങി ചുണ്ടുകൾ തേച്ച് മുഖങ്ങളിൽ പുട്ടിയിട്ട് മുടികൾ സ്ട്രൈറ്റ് ചെയ്ത് ഹെയർ ബാൻഡുകൾ വെച്ച് കടുക്കനിട്ട് ആളുകളും കുട്ടികളും അങ്ങാടി കൂടെ നടക്കാൻ. സഹോദരങ്ങളെ, എന്തിനാണ്? അതിലേതെങ്കിലും ഒരു കുട്ടിക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും കുട്ടിയുണ്ടോ മറ്റൊരു പെൺകുട്ടിയെ ഞാൻ കെട്ടിപ്പിടിക്കുന്നത് തെറ്റാന്നറിയാത്ത ഒരു കുട്ടിയുണ്ടോ? അവിഹിതമായൊരു ബന്ധം മടിയിലിരുത്തി അല്ലെങ്കിൽ ബൈക്കിലിരുത്തി ആരാരും കാണാതെ ഏതെങ്കിലും റൂമുകളിലേക്കോ പാർക്കുകളിലേക്കോ കൊണ്ടുപോകുന്നത് ഓരോ സെക്കൻഡ് ഹറാമാന്നറിയാത്ത ഒരു കുട്ടി നമ്മൾ അങ്ങാടിയിലുണ്ടോ? ഒരു കുട്ടിയുണ്ടോ സഹോദരങ്ങളെ? മറ്റൊരു ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ഉമ്മ വെക്കുന്നത് നിഷിദ്ധമാണെന്ന് അറിയാത്ത ഏതെങ്കിലും ചെറിയ കുട്ടിയുണ്ടോ? എന്നിട്ട് ഇന്ന് വരെ അവനാന്റെ വാപ്പ കുടിക്കണ മരുന്നറിയില്ല. 5 കൊല്ലായി വാപ്പ ആശുപത്രി പോണ്. ഏത് ആശുപത്രിക്കാ വാപ്പ പോണത്? വാപ്പ 5 കൊല്ലായിട്ട് കുടിക്കണ മരുന്ന് ഏതാണെന്നറിയില്ല. ഉമ്മ ശ്വാസം മുട്ടിന് കുടിക്കണ മരുന്ന് ഏതാണെന്നറിയില്ല. പിന്നെ എന്നിട്ട് അവരാണ് സിൽക്കിയും അതേപോലെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും അവനവന്റെ സമ്പത്തുമായി നയിച്ചുണ്ടാക്കിയ വാപ്പാനും പറ്റിച്ച് ഉമ്മാനും പറ്റിച്ച് താൻ തോന്നിയായി ജീവിക്കുന്നത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ്? ഇതിലേതെങ്കിലും ഒരു കുട്ടിക്കോ ഒരു യുവാവിനോ നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിക്കെങ്കിലും ഈ ചെയ്യുന്നത് തോന്നിയാസാന്ന് അറിയാത്തവരാ? അല്ല. പിന്നെ ദീനിന്ന് വിട്ടിട്ട് താൻ തോന്നിയായി ജീവിക്കാൻ തീരുമാനിക്കുക. അതിന്റെ ഫലം എന്താ അറിയോ? 2025 19 വയസ്സുള്ള പെൺകുട്ടിയെ കഴുത്തിൽ കയറിട്ട് മുറുക്കിക്കൊന്ന് കൈകളിലുള്ള മുറിവിലൂടെ ഉറുമ്പരിച്ച് അർദ്ധനഗ്നയായ നിലയിൽ അങ്ങാടിന്ന് കണ്ടത്. ആരെ അറസ്റ്റ് ചെയ്ത്? ആൺകുട്ടികളും പെൺകുട്ടികളും കേൾക്കാൻ ആരെ അറസ്റ്റ് ചെയ്ത്? വാപ്പാനെ, കൊള്ളക്കാരെ, ഈ നാട്ടിലത്തെ തീവ്രവാദികളല്ല. പിന്നെ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തു. 19 വയസ്സുകാരിയെ കൊന്നിട്ട് അങ്ങാടിയിലിട്ട് പോയിന് ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തു. 23 വയസ്സുള്ള പെൺകുട്ടിനെ കൊന്നു, ഓവുചാലിൽ കൊണ്ടുപോയിട്ട്. ആരെ അറസ്റ്റ് ചെയ്ത്? ഫ്രണ്ടിനെ 18 വയസ്സുള്ള പെൺകുട്ടിനെ കൊന്നു. ഞാൻ പറഞ്ഞ 2025 കാര്യം പറഞ്ഞു.
25-ആകെ 45 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. കൊന്നു. പെൺകുട്ടികൾ ആൺകുട്ടികളെ ആരെ അറസ്റ്റ് ചെയ്ത്? ആരെ? നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും ദേശമുള്ള വാപ്പാനിമാനെയോ? അല്ല. പിന്നെ ആരെ അറസ്റ്റ് ചെയ്തറിയോ? ഫ്രണ്ടിനെ. ഫ്രണ്ട് നിങ്ങൾ വിളിച്ചാലും ബെസ്റ്റീന്ന് വിളിച്ചാലും കാമുകെന്ന് വിളിച്ചാലും മതപരമായ ഒറ്റ ഹുക്കുമേ ഉള്ളൂ. വിവാഹത്തിന്റെ മുന്ന് നിങ്ങൾ ഏതൊക്കെ കൂൾ ബാർ കയറിയാലും ഏതൊക്കെ റൂമിലിരുന്നാലും ആരുടെയൊക്കെ ബൈക്ക് പോയാലും ഇസ്ലാമിൽ നേർക്കുനേരെ പറയുന്നു മക്കളെ, വ്യഭിചാരാണ്. അതിന് നിന്റെ മനസ്സങ്ങനെ തോന്നുന്നു സഹോദരങ്ങളെ, അത് പ്രേമം മാത്രമല്ല, കഞ്ചാവടിക്കാൻ മനസ്സ് തോന്നുന്നതാണ്, സ്വവർഗരതിക്ക് മനസ്സ് തോന്നുന്നതാണ്, കക്ക മനസ്സ് തോന്നുന്നതാണ്, നിസ്കരിക്കാതൊക്കെ മനസ്സ് തോന്നുന്നതാണ്, സക്കാത്ത് കൊടുക്കാതിരിക്കാൻ മനസ്സ് തോന്നുന്നതാണ്. അല്ലാതെ പ്രേമത്തിന് വേറെ മനസ്സൊന്നുമില്ല. ഉമ്മാനും ബാപ്പാരും ന്യായീകരിക്കാതൊക്കെയാണ് ഈ പറയണത്. അതിനായിട്ട് വേറെ മനസ്സൊന്നുമില്ല. തോന്നിയാസത്തിനൊക്കെ ഒരൊറ്റ മനസ്സാണ്. അല്ല നിരോധിച്ചത് ചെയ്യാനുള്ള മനസ്സ്. അവിടെ പിടിച്ചു നിൽക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴും ഈമാൻ ഉണ്ടാകുമ്പോഴാണ് അല്ല രക്ഷപ്പെടുത്തുക. പ്രവാചകന്റെ വാക്ക് ഐനാനി തസ്നിയാൻ, 2 കണ്ണുകൊണ്ട് പോലും വ്യഭിചരിക്കാണ്. റസൂലുള്ളാഹിന്റെ വാക്കാണ്. നമ്മളോട് പറയാണ്, മൗലവി നിങ്ങളെ കുട്ടിയെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് സ്വാഭാവികമായി കുടുംബപരമായി അങ്ങാടിയിൽ അറിയാത്ത രൂപത്തിൽ ചെയ്യണം. പക്ഷേ അറിയണം, നിങ്ങൾക്ക് ന്യായം പറയരുത്. മക്കളോട് പറയാൻ ന്യായം പറയരുത്. കണ്ണുകൊണ്ട് നടക്കുന്ന വ്യഭിചാരാണ്, ഇഷ്ടത്തിന്റെ നോട്ടല്ല. വൽയദാനി തസ്നിയാനി, കൈകൾ കൊണ്ട് 2 പേരും ചെയ്യുന്നത്. ഫോൺ എടുക്കുകയാണെങ്കിലും സ്പർശിക്കുകയാണെങ്കിലും കെട്ടിപ്പിടിക്കുകയാണെങ്കിലും വ്യഭിചാരാണ്. വൽരിജിലാനി തസ്നിയാൻ, കാലോണ്ട് നടക്കുന്നത്, മുങ്ങണത്, ഉള്ളിൽ കൂടെ പോണത് കാലോണ്ട് നടത്തുന്ന വ്യഭിചാരാണ്. വൽ ഫർജു യസ്നി, ലൈംഗിക അവയവത്തിന് ഉത്തേജനം ഉണ്ടായാൽ പോലും അത് വ്യഭിചാരമാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഇന്നത്തെ ദിവസം പറഞ്ഞത് നമ്മളെ കുട്ടികൾക്ക് അറിയാത്തോണ്ടാ അല്ല. ഞാൻ പറഞ്ഞ അവർ, എന്നാൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളില്ലേ, അവർക്കെന്തേ പ്രേമിക്കാൻ ആളെ കിട്ടാത്തോണ്ടാ? അവർക്ക് നോക്കാൻ ആളെ കിട്ടാത്തോണ്ടാ? അല്ല കൂട്ടരെ, അവിടെ ഹൃദയത്തിലേക്ക് പടച്ചോനെ പറ്റിയുള്ള ബോധം ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ അങ്ങാടി വേറെയും കുട്ടികളെ കിട്ടാത്തോണ്ടല്ല. അവരെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കെന്തറിയോ? സലാസത്തുൻ ലാ തറാ അയ്നുഹുമുൻ നാർ, 3 ആൾക്കാരെ പടച്ചോൻ അവരുടെ കണ്ണുകളെ അല്ലാഹു നരകത്ത് കിടൂല. അഥവാ ആ കണ്ണുള്ള മനുഷ്യനെ അല്ല ഒരിക്കലും നരകത്ത് കിടൂല. ആരാറിയ മക്കളെ, യുവാക്കളെ, യുവതികളെ, ആരാണത്? അതിലൊന്ന് വഅയ്നുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാഹ്, പടച്ചോൻ ഹറാമാക്കിയൊരു ഏരിയയിലേക്ക് മുഴുവൻ ആൾക്കാർ പോകുമ്പോഴും ഞാനതിലേക്കില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചവൻ ആ ഏരിയന്ന് മാറിന്നോൻ പടച്ചോ സ്വർഗം കൊടുക്കുന്ന പറഞ്ഞ്, നരകത്തിന് രക്ഷപ്പെടുത്തുന്ന പറഞ്ഞത്. സഹോദരങ്ങൾ, ഇതിലേക്ക് നമ്മുടെ മക്കളെത്താൻ എന്താ മാർഗം? ഞാൻ രക്ഷിതാക്കൾ എന്താ മാർഗം? ചില ആളുകൾ ധരിച്ചു വെച്ചെന്തറിയോ, മക്കളെ നന്നായി സ്നേഹിച്ചാൽ അവർ പുറത്തുനിന്ന് സ്നേഹിക്കൂല. ആരാസങ്ങൾ ഈ വിഡ്ഢിത്തം പറഞ്ഞത്? വീട്ടിൽ കച്ചറുണ്ടായാൽ, ബാപ്പിയും തമ്മിൽ അടിയായാൽ പുറത്തുനിന്ന് പ്രേമിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, അത് വേറെ ഉണ്ടാവും. അതുണ്ട്, അത് ന്യായാണ്. നമ്മൾ നമ്മുടെ കുട്ടിയെ ദീനൊന്നും പഠിപ്പിച്ചു കൊടുക്കണില്ല, ദീനിന്റെ വഴി കൊണ്ടുവരുന്നില്ല. നമ്മൾ അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കുകയും ഉമ്മ വെക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രം അവര് ഹറാമെന്ന് മാറിക്കൂല. അവർ വാപ്പാനിമ്മാനും ഉമ്മ വെക്കും, പുറത്തു പോയിട്ട് ഇതേ തോന്നിയാസം ചെയ്യും. കാരണം അവിടെ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ദീനാണ് ഉള്ളിക്കാരന്റെ. ഞാനാ ചെയ്യണ വ്യഭിചാരാണ്. ഞാൻ ഏതെങ്കിലും തോന്നിയാസം ചെയ്ത് തൗബയ്യാതെ മരിച്ചോയാൽ വ്യഭിചരിച്ചോന്റെ കുറ്റം കിട്ടും എന്ന് ബോധ്യമുള്ള ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അതിലേക്ക് നമ്മുടെ കുട്ടികളും വരണം. നമ്മുടെ ദീനാണ് പ്രധാനം. ആ ദീനിൽ നിന്ന് വഴിതെറ്റുമ്പോഴാണ് ഈ സംഭവിക്കുന്നത് മുഴുവൻ. കേരളത്തിലാണ് ഈ പറഞ്ഞ ദിവസങ്ങൾ മാത്രം നമ്മളെന്ന് പറയുന്നത്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് TV കണ്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പാനെ മഴ കൊണ്ട് 21 വെട്ടാവെട്ടി. 21 എണ്ണം വാപ്പാനെ. ട്യൂമർ, ക്യാൻസർ വന്നിട്ട് ബ്രെയിനിന് ക്യാൻസർ ഉള്ള അമ്മാനെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അനിയത്തിൻ്റെയോടെ വിശ്രമിക്കണ അമ്മാനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അയലോക്കക്കാരന്റെ കൊടുവാള് വാങ്ങിയിട്ട് ഉമ്മാനെ വെട്ടിയോന്റെ പ്രായം 24, മുസ്ലിമാണ് പേര്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ബാപ്പിമ്മിയോരൊക്കെ വളർത്താൻ. 2 പേര് റിപ്പോർട്ട് എന്താ അറിയോ? 2 പേരും ലഹരി ഉപയോഗിക്കണ മക്കളാണ്. 2 പേരും അതിന്റെ കിക്ക് ചെയ്തതാണ്, പ്രതികാരത്തിന് ചെയ്തതാണ്. മനസ്സിൽ വാപ്പാണ്ടുമ്മാണ്ടായി പ്രതികാരത്തിനാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടോ,
ബാപ്പാനെങ്ങനെ വെട്ടുമ്പം ഉമ്മാനെങ്ങനെ അറുക്കുമ്പം ആ ബാപ്പിമ്മയോനോട് ചോദിച്ചിട്ടുണ്ടാവില്ല ആ മക്കളോട്, കുട്ടിയെ എന്താ ഈ കാട്ടിന്? ഞാനല്ലടാ എന്നെ വളർത്തിയത്, ഞാനല്ലടാ എന്നെ ഇത്രയും കാലം നോക്കിയത്, ഒരു നിമിഷത്തേക്ക് നിങ്ങളടാ മോത്തേക്ക് നോക്കടാ, ചെയ്യല്ല മോനെ ചെയ്യല്ലേ, ബാപ്പാക്ക് അനങ്ങാൻ കഴിയാത്തോണ്ടല്ലടാ, ഉമ്മാക്ക് അനങ്ങാൻ കഴിയാത്തോണ്ടല്ലേ ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയിട്ട് എന്തിനാ കുട്ടിയെ ഇന്നെ കൊല്ലിടുന്ന അമ്മയും ബാപ്പയും ചോദിച്ചിട്ടുണ്ടാവൂലേ? കയ്യ് വരച്ചിട്ടില്ല, കണ്ണ് നനഞ്ഞിട്ടില്ല, ചുണ്ട് വിതുമ്പിയിട്ടില്ല, നെഞ്ച് പടച്ചിട്ടില്ല, കൊന്നോല് രണ്ടാളും. എന്തേ കാരണം? പടച്ചോ നിരോധിച്ച സാധനം ശരീരത്തിൽ കയറ്റി. ഞാൻ ചോദിക്കാം രക്ഷിതാക്കളെ, നമ്മളെ കുട്ടികൾ ലഹരി ഉപയോഗിക്കാതെക്കാൻ ഇന്ത്യ രാജ്യത്ത് നിയമമുണ്ടോ? ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ് ഉണ്ടോ? ഈ നാട്ടിൽ എവിടെയാ ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാന്ന് പറയാ? എന്നാൽ അവിടെ നമ്മുടെ കുട്ടിയുടെ കൈകളാൽ നമ്മൾ കൊല്ലപ്പെടരുത്. അതിനെന്താ മാർഗം? ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് പടച്ചോനെ പറ്റിയുള്ള ബോധം കയറിയാൽ ഓന്റെ എല്ലാ ചങ്ങായിമാരും ഒരുമിച്ച് ചേർന്നാലും അവന്റെ മനസ്സിക്ക് വരും, ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഞാന് സ്റ്റിക്കറോ പൊടിയോ MDMA ഹാൻസോ പാൻപരാഗോ മധുവോ കുടിക്കണതോ എന്തായിക്കോട്ടെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടെന്നാൽ പിന്നെ അള്ളാഹു എന്റെ ഈമാനിനെ ഊരും. ഈമാനില്ലാത്ത ഞാൻ പച്ച കാഫിറായിട്ടാണ് നിൽക്കുക. അതിന്റെ ഇടക്കെങ്ങാനും മരിച്ചാലോ? നബി അങ്ങനെ തന്നെ പറഞ്ഞു, ഫൈൻ മാത് വഹിയ ഫീ ബത്നിഹി മാത മൈതതൻ ജാഹിലിയ. അബൂജഹൽ ചത്ത പോലെ ചാകേണ്ടി വരും. അപ്പോ എന്റെ ബാക്കിയുള്ളവൻ കുഴപ്പല്ലടാ, കുറച്ചേ ഞാൻ നിർത്തടാ, ആണാവുമ്പോ പ്രശ്നല്ലടാ എന്ന് പറയുമ്പം ഓർമ്മണ്ടാണം, പടച്ചോനെ എന്റെ ബാപ്പാക്ക് നേരെ കത്തി ഓങ്ങാനുള്ള ഒന്നാമത്തെ പഫാണാ തരുന്നത്, എന്റെ അമ്മാനെ കൊല്ലാനുള്ള ഒന്നാമത്തെ വലിയാണാ തരുന്നത്, എന്റെ പെങ്ങളെ തോന്നിയാസം ചെയ്യാൻ ഒന്നാമത്തെ പൊടിയും സ്റ്റിക്കറും സിറിഞ്ചാണാ തരുന്നത് എന്ന് നമ്മളെ കുട്ടിന്റെ മനസ്സിലുണ്ടായാൽ, യുവാക്കളെ മനസ്സിലുണ്ടായാൽ അവനെ ഇന്ന് മാറിക്കാൻ കഴിയും. ബാക്കി ഒന്നുകൊണ്ടും മാറൂല, ബാക്കി ഒന്നുകൊണ്ടും മാറൂല. രക്ഷിതാക്കളെ, മഹല്ലുകാരെ, കുടുംബങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇതുകൊണ്ട് മാറൂല. എന്തിന് ഞാൻ മാറിക്കണം? ഒരാൾക്ക് ചോദിക്കാം, ഒരു ക്യാൻസർ വന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാലോ? ലൈംഗികപരമായ രോഗം ഉണ്ടാവും, ലൈംഗികപരമായ രോഗം ഉണ്ടായിക്കോട്ടെ, ഞാൻ പെണ്ണിട്ടിട്ടില്ല, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാലോ? എടാ, നിനക്ക് ക്യാൻസർ വന്നിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും, ലൈംഗികപരമായ രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നാളെ പരലോകത്ത് പടച്ചോന്റെ മുന്നിൽ പേ പിടിച്ച നായയെപ്പോലെ നാവ് നെഞ്ചു വരെ തൂങ്ങി അതിലൂടെ കേല ഒലിപ്പിച്ച ആ കേലയുടെ ദുർഗന്ധം പരലോകത്തെ മുഴുവൻ മനുഷ്യരും മൂക്കുപൊത്തി ആരാണിവനെന്ന് പറഞ്ഞ് സക്റാൻ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയും. അതുകൊണ്ട് കൂട്ടുകാരാരുമില്ലാത്ത ലോകത്തൊറ്റക്ക് പോകുമ്പം പടച്ചോന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നെഞ്ചിങ്ങനെ പടക്കും. അതേ മാർഗമുള്ളൂ. അവിടേക്ക് നമ്മളെ കുടുംബത്തിന് എത്തിക്കണം. അതിനാ ഖുത്തുബ, അതിനാ ക്ലാസ്, അതിനാ ദഅവത്ത്. അവിടെ നമ്മളെ കുടുംബല്ലെങ്കിൽ പ്രസ്ഥാനത്തിനോ പള്ളിക്കമ്മിറ്റിക്കോ മൗലവിക്കോ നാട്ടിലത്തെ ഒരാൾക്കും നട്ടല്ല വാപ്പാരന്മാരെ. അവനാനാ നട്ടുണ്ടാകുക, അവനാന്റെ കുട്ടിയെ പഴക്കുക. ക്യാമ്പസില് 2 അമുസ്ലിം സഹോദരങ്ങൾ, 2 കുട്ടികളാണ്, രാഹുലും അനൂപ് 2 കുട്ടികളാണ്. ഒന്ന് മെഡിക്കൽ കോളേജാണ്, മറ്റൊന്ന് എഞ്ചിനീയറിംഗ് കോളേജാണ്. അത് നിഷ്ഠൂരമായി കൂടെയുള്ള കൂട്ടുകാര് അടിക്കുന്നു, തൊഴിക്കുന്നു, ശാരീരികമായും മാനസികമായും റാഗിങ്ങിന് വിധേയാക്കാൻ ചിരിക്കുക, ഫോണിങ്ങനെ എടുത്താണ്ടേ. ഇവിടെ ആൾക്കാര്, യുവാക്കള്, പാർട്ടിക്കാരല്ലാത്തവരും യുവാക്കളും ക്യാമ്പസ് ആകുമ്പോ അതൊക്കെ ഉണ്ടാവൂലേ? ഏതുണ്ടാവും? അവനാന്റെ അഞ്ചന ചെയ്യോ? അവനാന്റെ പെങ്ങളെ കുട്ടിനെ ചെയ്യോ കൂട്ടരെ? യുവാക്കളുടെയൊക്കെയാണ്. അവനാന്റെ അനിയൻ പോകുകയാണ് ഒരു ക്യാമ്പസിൽ, അവിടുത്തെ എല്ലാരും കൂടി ഓനർ ഷർട്ടൂരി ട്രൗസർമ നിർത്തിച്ചിട്ട് അവിടെയുള്ള മുഴുവൻ ആൾക്കാരും വന്ന് പുറത്തു വന്ന് അടിച്ച് ചോരപ്പാടുമായിട്ട് നിങ്ങൾ ഏട്ടൻ ആ ക്യാമ്പസിൽ പോയാൽ നിങ്ങൾ എന്താ കാട്ടുക? ഇതൊക്കെ നാട്ടു സമ്പ്രദായമാണ്, കുഴപ്പമില്ല. ഇതൊക്കെ ക്യാമ്പസിൽ ഉണ്ടാന്ന് നിങ്ങൾ നിൽക്കൂലല്ലേ? എന്തേ കാരണം? അവനാന്റെ ചോരയായതുകൊണ്ട്. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും, യുവാക്കളോടും മക്കളോടും അങ്ങനെ ചിന്തിന്ന് പോണം. റാഗിങ് നിൽക്കണോ? ദീനിക്ക് വരണം. വേറൊരു മാർഗമല്ല. പോലീസിനെ സ്വാധീനിക്കാനും ഭരണകൂടത്തെ സ്വാധീനിക്കാനും വലിയ കൊമ്പത്തുള്ള ആൾക്കാർ ശ്രമിച്ചാൽ നടക്കും. പക്ഷേ പ്രവാചകന്റെ വാക്ക് ലാ യുഅ്മിനു അഹദുക്കും, ഒരാൾക്ക് വിശ്വാസം പൂർണ്ണാകൂല. ഹത്താ യുഹിബ്ബു ലി അഖീ മാ യുഹിബ്ബു ലി നഫ്സിഹി,
അവനാന്റെ മുന്നിലുള്ള കൂട്ടുകാരൻ, പുതുതായി പഠിക്കാൻ വന്നൊരു കുട്ടി, ആൺകുട്ടി പെൺകുട്ടി, അവന്റെ ഇഷ്ടം അതെന്റെ തന്നെയാണ് എന്റെ ഇഷ്ടം. ഞാൻ എന്താണോ അങ്ങനെ പഠിക്കാൻ വരുമ്പോ ഒരു ക്യാമ്പസ് എന്ന് ആഗ്രഹിക്കുന്നത്, അതേ കാര്യം തന്നെ ഞാൻ അവന് കിട്ടണം എന്ന് ആഗ്രഹിക്കാത്തിടത്തോളം കാലം വിശ്വാസിയാവൂല. നമ്മളെ കുട്ടി ആദ്യമായിട്ടൊരു ക്യാമ്പസ് പോവുക, ഞാൻ യുവാക്കളോട് പറയാൻ, നിങ്ങൾ അനിയൻ ആദ്യമായിട്ടൊരു ക്യാമ്പസിക്ക് പോവുക, തൃച്ചി പോവുക, തിരുവനന്തപുരത്ത് പോവുക, അവൻ എന്ത് കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുതന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്ന പാവപ്പെട്ട ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കിട്ടണം. അവിടെ നിങ്ങൾ കൈവച്ചാൽ, നിങ്ങൾ കളറ് പറഞ്ഞ് കളിയാക്കിയാൽ, നിങ്ങൾ അവനെ കൊണ്ട് തോന്നിയാസം ചെയ്യിപ്പിച്ചാൽ, ഷർട്ടൂരിയാൽ, മാനസികമായി പീഡിപ്പിച്ചാൽ, ലാ ളററ വലാ ദിറാറ, ഒരു വിശ്വാസി ഉപദ്രവിക്കാൻ പാടില്ല, ഒരു മനുഷ്യനും പാടില്ല, ഒരൊറ്റ കുട്ടിനും പാടില്ല. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് എന്താ അറിയോ? വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണോ വിശ്വാസിയാകാൻ പാടില്ല. ക്യാമ്പസിൽ കച്ചറുണ്ടാക്കണോ നിങ്ങൾ ആകരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അങ്ങനത്തെ വല്ല പടച്ചോൻ ഇഷ്ടല്ല. അപ്പൊ അവനാന്റെ മുന്നിലേക്ക് ഒരു കുട്ടി വരുമ്പം ഓൻ അഞ്ചനായിട്ട് തോന്നണം. ആർക്ക് തോന്നും അറിയോ? ദീൻ പഠിച്ച ഒരാൾക്ക് തോന്നും. അല്ലാത്തവൻ എന്താ അറിയോ? കഴിഞ്ഞല്ല ഞങ്ങളെ 4 ആള് പൊട്ടിച്ചിക്കണ്, പ്രാവശ്യം ഓനെ തീരുമാനാക്കിയിട്ടെ കാര്യമുള്ളൂ. ചുമരുമ്പോ നിർത്തുക, അടിക്കുക, വീട്ടിൽ പറഞ്ഞ കൊല്ലുന്ന് പറയാ, എന്നിട്ട് ഓന്റെ പൈസ മുഴുവൻ എടുക്കുക, എന്നിട്ട് ഇത് പാരമ്പര്യമായി കൊഴുക. ഇങ്ങോട്ടൊരു മനുഷ്യൻ മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ വരെ ചിന്തിക്കുക. അതിന് നമ്മൾ കാരണക്കാരാകുക ചെയ്യരുത് സഹോദരങ്ങളെ. പറഞ്ഞത് മുഴുവൻ എന്താ അറിയോ? എല്ലാ തോന്നിയാസത്തിന്റെയും ബേസ് ദീനിന്ന് പോകലാണ്. ദീനിന്ന് പോയോ ബാപ്പാരന്മാരെ നമ്മക്ക് നമ്മളെ കുടുംബാണ് പോകും. ഏറ്റവും മാതൃകയാകേണ്ട ആൾക്കാരാണ് ഇതിലൊക്കെ ആര്? ബാപ്പിമ്മയും. ആ വാപ്പാന്റെ ഇമ്മാന്റെ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ട്. ഭാര്യനെ 2ാം നിലയിൽ നിന്ന് ഷോൾഡർ കൊണ്ട് താഴത്തേക്ക് തള്ളിട്ടക്കുക, അടിയില് 30 മിനിറ്റ് ചോരയിൽ ഇങ്ങനെ കുതിർന്നിട്ട് അനങ്ങാതെ നിൽക്കുക. എന്തിനറിയോ? വേറൊരുത്തിന്റെ കൂടെ പോകാൻ ബാപ്പ ചെയ്തതാണിത്. മകളാ വാപ്പാക്കെതിരെ കേസ് കൊടുത്തത്. ഇന്നലെയും മിനിയാന്ന് നമ്മൾ കണ്ടു. റീയൂണിയന് പോയതാണ്. റീയൂണിയന് എന്നിട്ട് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് വേറൊരുത്തന്റെ കൂടെ പോകാൻ. എന്താണ് ഈ നടക്കുന്നത്? നമ്മൾ ഓരോ കാര്യം പറയുമ്പം ഖുത്ബ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് മൗലവി ഒന്നും പറ്റൂല നിങ്ങൾ പറയണത്, ഒരു സംഗതിയും പറ്റൂല നല്ല കൂട്ടുകാർ പറയണത്. അള്ള അനുവദിച്ച ഏത് സംഗതിയും പറ്റും, പക്ഷെ അവിടെ അള്ള പറഞ്ഞ നിയമം പാലിക്കണം, പടച്ചോൻ പറഞ്ഞ നിയമം പാലിക്കണം. റീയൂണിയനുകൾ നടത്തുക, കുഴപ്പമില്ല, നല്ലതാണെങ്കിൽ അവിടെ നിൽക്കട്ടെ. എന്നാ പിന്നെന്താ അവിടെ നടക്കുന്നത്? അവർ തമ്മിൽ കെട്ടിപ്പിടിക്കണം. അവിടെ പ്രശ്നമല്ല, ഞങ്ങൾ പെണ്ണെട്ടിയോലാണ്, കുട്ടികളില്ലതോളാണ്. ഇസ്ലാമിന്റെ നിയമം ഇവിടുത്തെ ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കും മാത്രമുള്ള നിയമ, മൗലവിമാർക്ക് വേറെ നിയമ. മൗലവിയും ടീച്ചറും തമ്മിൽ കൈയ്യൊടുക്കേണ്ട പ്രശ്നമല്ല, ഖത്തീബും ടീച്ചറും തമ്മിൽ കൈയ്യൊടുക്കേണ്ട പ്രശ്നമല്ല. വേറെ നിയമമുണ്ടോ? എന്നിട്ട് നമ്മൾ പറയാൻ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഡാൻസ് കളിക്കുക, എന്നിട്ട് ഓരൊന്നിച്ച് വേറെ ട്രിപ്പ് പോവുക, എന്നിട്ട് ആ ട്രിപ്പിൽ ഒരു മടിയിലിരിക്കുക, എന്നിട്ട് ഓരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് വീഡിയോ എടുക്കുക, എന്നിട്ട് ഓര് തമ്മിൽ വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് ഒന്നിച്ച് പാട്ടാടുക, ഓല് ഭക്ഷണങ്ങൾ കൈമാറുക, എന്നിട്ട് അവിഹിതത്തിലേക്ക് എത്തുക. ഇത് പറയുമ്പം മൗലവിക്ക് 6ാം നൂറ്റാണ്ടത്തെ ആളാണ്, വിവരം വെക്കാത്തവരാണ്. അല്ല കൂട്ടരെ, വിവരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇഷ്ടല്ല, താൻ തോന്നിയായി ജീവിക്കാൻ ദീനിനെ കുറ്റം പറയില്ല, അതൊരു മാർഗമല്ല. കാരണം ദീനാണ് എതിര്. പ്രവാചകന്റെ വാക്ക് അലാ, അറിയണം, നബി പറയാൻ അറിയണം, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ, ആണും പെണ്ണും ഒറ്റക്കാകാൻ പാടില്ല, മൗലവി ആകാൻ പാടില്ല, ആരും ആകാൻ പാടില്ല. ഇല്ലാ കാന സാലിസുഹുമാ ശൈത്വാൻ, അവർക്കിടയിൽ ശൈത്വാൻ മൂന്നാമതായിട്ട് വരും. അതെവിടെ? അങ്ങാടിയിലോ? അല്ല, ഫോണില് ഞാനിവിടെയും അപ്പുറത്ത് വേറെ പെണ്ണും അനാവശ്യ വർത്തമാനം പറഞ്ഞത് ഞങ്ങൾ ഒറ്റക്കാകലാണ്. ഞാനും വേറൊരു സ്ത്രീയും, എന്റെ ഭാര്യ അറിയാത്ത, എന്റെ മക്കൾ അറിയാത്ത മറ്റൊരു സ്ത്രീയും മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഒറ്റക്കാകലാണ്. മൂന്നാമത് ശൈത്താൻ വരും, പാട്ട് പാടിപ്പിക്കും, ട്രിപ്പ് പ്ലാൻ ചെയ്യിപ്പിക്കും, എന്നിട്ട് അവനവന്റെ കുടുംബത്തെ കൊന്നിട്ടും ഒറ്റക്ക് ജീവിക്കാൻ വേണ്ടി ശൈത്താൻ പ്രേരിപ്പിക്കും. എന്താ ഞങ്ങളുടെ പരിഹാരം? പരിശുദ്ധ ഖുർആന്റെ ആയത്ത് പറയാൻ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസാ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ പടച്ചോൻ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യുക. വഹുവ മുഅ്മിനുൻ, അവനാണ് യഥാർത്ഥ വിശ്വാസി. ഒരാൾ നല്ല ദീനിയായി ജീവിച്ചാൽ, പടച്ചോൻ പറഞ്ഞ അടുത്ത വാചകം ശ്രദ്ധിക്കട്ടോ, ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവനല്ലാഹ് സന്തോഷമുള്ള ജീവിതം സമ്മാനമായി നൽകും.
ഹാപ്പി ലൈഫ് അല്ല തരും. കുടുംബത്തിൽ മക്കളിൽ നിന്ന് ആനന്ദം ഉണ്ടാകും, ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് ആനന്ദം ഉണ്ടാകും. ആ വീട് ചെറുതാണെങ്കിലും അവിടെ സന്തോഷത്തോട് ജീവിക്കാൻ തുടങ്ങും. ആ അങ്ങാടി ആളുകൾ ദീനിന് മാതൃകളുടെ അങ്ങാടിയായിട്ട് പറയും. ആ അങ്ങാടിയിൽ വ്യഭിചാരം തുടങ്ങിയാൽ, അവിടുത്തെ ഫ്ളാറ്റുകളിൽ വ്യഭിചാരത്തിന് സൗകര്യം ചെയ്തൊടുത്താൽ, അതിന്റെ വരുമാനങ്ങൾ കൊണ്ട് അവനാന്റെ കുടുംബത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ, അവനവന്റെ നാട്ടിൽ ഓവുപാലത്തിന്റെ സൈഡിലും ഗ്രൗണ്ടിന്റെ സൈഡിലും വീടാറായ കെട്ടിടത്തിന്റെ ബേക്കിലും കുടിക്കാനുള്ള സൗകര്യം ഉള്ളിലൂടെ ആളുകളെ എങ്ങാനും ചെയ്തു കൊടുക്കേണ്ടി വന്നാൽ അവനാന്റെ കുടുംബത്തിലല്ല ഇടപെടും. അങ്ങാടിയിലല്ല ഇടപെടുക, പെണ്ണുങ്ങളിലും കുട്ടികളിലും ഭർത്താക്കന്മാരല്ല ഇടപെടും. എന്നിട്ട് നശിപ്പിച്ച് കാണിച്ചു തരും. നീ നശിപ്പിച്ച നൂറുകണക്കിന് കുടുംബങ്ങളെ പോലെ നിന്റെ പെൺകുട്ടിയും നിന്റെ ആൺകുട്ടിയും നിന്റെ കുടുംബവും തകർന്നു തരിപ്പണമാകുന്നത് കണ്ടോ എന്നല്ല കാണിച്ചു തരും. ദീനിലേക്ക് വരിൻ. ഞാനടക്ക പറഞ്ഞ് ദീനിലേക്ക് വരിൻ. പടച്ചോന്റെ ദീനനുസരിച്ച് നമ്മളെ മക്കളെ നോക്കിൻ. ദീന് കേൾക്കാനുള്ള അവസരങ്ങളിലേക്ക് ആവർത്തിക്കുന്നു. വാപ്പാരെ, മക്കൾക്ക് വേണ്ടി ക്ലാസ് വെക്കുമ്പോൾ പറഞ്ഞയക്കിൻ. യുവാക്കൾക്ക് വേണ്ടി യുവാക്കളെ നിങ്ങൾ വരിൻ. നമ്മുടെ മഹല്ലുകൾ ഒരുപാട് പ്രോഗ്രാം നടക്കണം, നിങ്ങൾ വരിൻ. കാരണം അവനവന്റെ ദീൻ സംരക്ഷിച്ചാൽ അള്ള തരുന്ന സമ്മാനമാണ് സന്തോഷമുള്ള ജീവിതം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഷഅബാൻ മാസത്തിലാണ്, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഷഅബാൻ റമളാന്റെ മുന്നോടിയായി നോമ്പുകൾ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോറ്റ ദിവസങ്ങളാണ്. പറ്റുന്ന ആളുകൾ നോമ്പ് കൂടുതലായി നോക്കാൻ വേണ്ടി ശ്രമിക്കാം. 2, നോമ്പ് നോറ്റ് വീട്ടാനുള്ള ആൾക്കാർ പെട്ടെന്ന് റമളാന്റെ മുന്നേ നോമ്പ് നോറ്റ് വീട്ടണം. മറക്കരുത്, നോമ്പ് നോറ്റ് വീട്ടാനുള്ളവര് പെട്ടെന്ന് നോമ്പ് നോറ്റ് വീട്ടണം. ഈ വർഷവും ഈ നോമ്പ് നോറ്റ് വീട്ടണം എന്ന് വിചാരിച്ചു. പക്ഷെ ഈ വർഷവും ഇപ്പം ഗർഭിണികൾ, മുല കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. നമ്മൾ നിയമം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. എങ്കിലും അഥവാ കഴിഞ്ഞ വർഷത്തെ നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയാതെ ഇപ്പോഴും തുടരുകയാണെങ്കിൽ, നോൽക്കാൻ കഴിയില്ലെങ്കിൽ റമളാൻ എത്തുന്നതിന് മുന്നേ ഫിദിയ കൊടുത്ത് പൂർത്തിയാക്കാനും ശ്രമിക്കണം. അതിനുള്ള ദിവസങ്ങളായതുകൊണ്ട് അങ്ങനെ എണ്ണി പറയണത്. സക്കാത്ത് കഴിഞ്ഞ വർഷം നമ്മൾ റമളാനാണ് കണക്കാക്കിയതെങ്കിൽ അതിൽ ആർക്കെങ്കിലും കൊടുക്കാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കണം. ഇനി ഏറ്റവും അവസാനത്തത്, ഷഅബാനിൽ ഒരുപാട് പുണ്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ പറയാത്ത കാര്യം ദയവ് ചെയ്തിട്ട് ചെയ്യരുത്, മതത്തിൽ തെറ്റാണ്. അതിൽ പെട്ടതാണ് ഇപ്പൊ ഷഅബാൻ 15-ന് പ്രത്യേക നിസ്കാരമുണ്ട് നമ്മളെ നാട്ടില്. ഞാൻ പറഞ്ഞിങ്ങനെ പോവുക കേട്ടോ. പ്രത്യേക നിസ്കാരമുണ്ട്, പ്രത്യേക നോമ്പുണ്ട്, ഭക്ഷണം പുതിയതായിട്ട് ഉണ്ടാക്കലുണ്ട്, അത് വിതരണുണ്ട്. 2 റക്അത്തോ 100 റക്അത്തോ നിസ്കാരമുണ്ട്. അതിൽ യാസീൻ ഓതല് 1000 100 പുണ്യാന്ന് പഠിപ്പിക്കലുണ്ട്. ഈ പറഞ്ഞതൊന്നും പ്രവാചകരിൽ നിന്ന് സ്ഥിരപ്പെടാത്തതാണ്, ബിദഅത്താണ്, ചെയ്യാൻ പാടില്ല ദയവ് ചെയ്ത്. എന്നാൽ ഒരാൾ സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കാം, ഷഅബാനിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാം, ഇസ്ലാമികമായി ജീവിക്കാം. മറിച്ച് ബറാഅത്ത് നോമ്പ് എന്ന പേരിലുള്ള നോമ്പ് പ്രവാചകൻ സ്ഥിരപ്പെടാത്തതാണ്, പിൻകാലഘട്ടത്തിൽ കെട്ടിണ്ടാക്കിയതാണ്. അതിന്റെ പേരിൽ ആഘോഷങ്ങളും പ്രത്യേക യാസീനോത്ത് ഇപ്പൊ യൂട്യൂബ് പറഞ്ഞാൽ ഫുള്ളതാണ്. എത്ര യാസീനായി? 500-നായി. 1000 തയ്ച്ചാൽ പടച്ചോൻ ബർക്കത്ത് ചെയ്യും. നമ്മൾ തെറ്റാണ്. ഖുർആനോദ, ദിക്റുകൾ ചൊല്ല, നോമ്പോൽക്ക. പക്ഷേ പ്രത്യേകത പറയുമ്പോൾ അത് ബിദ്അത്താവും. ഒറ്റ വാചകത്തിലൊരു കാര്യം പറയാൻ ചില ആൾക്കാർ, ഞാൻ ഈ അടുത്തൊരാള് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, നോമ്പോൽക്കണമൊക്കെ എങ്ങനെ മൗലവി തെറ്റാകുക? കാരണം നമ്മൾ പലിച്ചക്കല്ല എഴുന്നേൽക്കുന്നത്, ബാങ്ക് കൊടുത്തിട്ടല്ല തുറക്കുന്നത്. നമ്മൾ ഒറ്റ ഉത്തരാണ്. ഒരാള് പെരുന്നാളിന്റെ നോമ്പോറ്റ ഇസ്ലാമിന്റെ ഹുക്കും എന്താണ്? പെരുന്നാളിന്റെ ഒരാൾ നോമ്പോറ്റ ഇസ്ലാമിന്റെ ഹുക്കും എന്താണ്? തെറ്റാണ്. എന്തേ കാരണം? പലിച്ചക്ക എഴുന്നേൽക്കാത്തതുകൊണ്ടാണോ? അല്ല. മഗ്‌രിബിന് തുറക്കാത്തോണ്ടാ? അല്ല. പെരുന്നാളിന് നോമ്പോൽക്കൽ ഹറാമാന്ന് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേനുത്തരുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ നോമ്പോറ്റു, കൂടുതലായിട്ട് നോമ്പോറ്റു. പക്ഷെ ഷഅബാൻ 15-ന് പ്രത്യേക നോമ്പ് നബി പഠിപ്പിച്ചില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അന്ന് പ്രത്യേക യാസീൻ പറ്റൂല, അന്ന് പ്രത്യേക ഭക്ഷണം പറ്റൂല. യുവാക്കളെ, എമ്മാർക്കും ബാപ്പാർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ
നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്താൽ ഫമൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന, നല്ലതാണ് എന്ന് വിചാരിച്ച് നബി പഠിപ്പിക്കാത്തൊരു കാര്യം നമ്മൾ ദീനിൽ കൊണ്ടുവന്നാൽ ഫഖദ് സഅം അന്ന മുഹമ്മദ് ഖദ് ഖാന ഫീ റിസാലത്തി, യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്നാണ്. വഞ്ചകനാണ് പ്രവാചകൻ എന്ന് വാദിക്കുന്നതിന് സമാനമാണ്. കാരണം ഇത്ര പുണ്യമുള്ള ഒരു കാര്യം നബി പഠിപ്പിക്കാതെ പോയി എന്ന് വാദിക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് ശഅബാൻ സജീവമാക്കുക, ബിദ്അത്ത് നിന്ന് മാറിക്കുക, നേരത്തെ പറഞ്ഞ കാര്യം ബോധ്യത്തിലെടുക്കുക, കുടുംബത്തെ പള്ളി, ദീന്, ക്ലാസ്, ഖുർആന് ബന്ധിപ്പിക്കുക. എത്രമാത്രം ബന്ധിപ്പിക്കണോ അത്രയും അള്ളാഹ് നോക്കിക്കോളും. പടച്ചോനുമായി ബന്ധിപ്പിക്കാതെ നമ്മൾ എത്ര കാലം നമ്മളെ കുടുംബത്തെ അകറ്റണോ നേരല്ല, സമയല്ല, ഒഴിവില്ല. പടച്ചോന് മനസ്സിലാവും. എന്താ അറിയോ? കല്യാണത്തിന് നേരണ്ടോൽക്ക്, സൽക്കാരത്തിന് നേരണ്ട്, പരീക്ഷക്കും ടൂറിന് നേരണ്ട്, ദീന് കേൾക്കാനാ നേരില്ലാത്തത്. ആ കുടുംബത്തിൽ അള്ളാഹ് ഇടപെടും. എന്നിട്ട് മനസ്സിലാക്കി തരും. എന്താ അറിയോ? ദീന് കൊടുത്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കൂല. ഏത് നവനാൻ ആലോചിക്കുക. ദീന് കൊടുത്തിരുന്നെങ്കിൽ ഇത്, ദീന് കൊടുത്തിരുന്നെങ്കിൽ ഇന്നതൊന്നും എന്റെ കുടുംബത്തിൽ സംഭവിക്കൂല. അതിലേക്ക് എത്തരുത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ നാഥ നീ എല്ലാം പരിഹരിച്ച് സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ രോഗികളായ ആളുകൾക്ക് രോഗശമനവും, മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാഥ നീ സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ SSLC അടക്കം വ്യത്യസ്തങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് നന്നായി പഠിക്കാനും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, കുടുംബാംഗങ്ങൾ നാഥ നീ അവർക്കെല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ബർക്കത്ത് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ആമീൻ.